16-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച കർമ്മലീത്ത മിഷണറിമാർ ഇന്ത്യയിലെത്തിയത് 1614-ലാണ്. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈശോ സഭ നിർത്തൽ ചെയ്തപ്പോൾ അമ്പലക്കാട്ടുണ്ടായിരുന്ന ആശ്രമം കർമ്മലീത്ത സന്യാസിമാരുടെ അധീനതയിലായി. അവർ വരാപ്പുഴയിൽ ഒരു മുദ്രണാലയവും സെമിനാരിയും സ്ഥാപിക്കുകയും ഇതര ഭാഷാകൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കർമ്മലീത്ത മിഷണറിമാരുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. കേരളക്കരയിലെ സുറിയാനിക്കാരും ഈശോ സഭക്കാരായ പതുവാദോക്കാരും കർമ്മലീത്തരായ പ്രൊപ്പഗാന്ദക്കാരും യോജിച്ച് പ്രവർത്തിക്കാനാവാതെ പരസ്പരം അകന്നുപോയതുമൂലം മാവേലിക്കര മുതൽ കന്യാകുമാരി വരെയുള്ള ഉൾനാടുകൾ പഴയ കൊല്ലം രൂപതയിൽ ചേർക്കാൻ വത്തിക്കാൻ നിർബന്ധിതമായിരുന്ന സാഹചര്യത്തിലാണ് 1857 മുതൽ കർമ്മലീത്ത മിഷണറിമാർ തെക്കൻ തിരുവിതാംകൂറിൽ പുത്തൻ ചൈതന്യത്തോടെ കടന്നുവന്നത്. തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഉൾനാടുകളിലെ ലത്തീൻ കത്തോലിക്കരുടെ പൂർവികർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടത് കർമ്മലീത്ത മിഷണറിമാരുടെ ത്യാഗപൂർണമായ ക്രൈസ്തവ സാക്ഷ്യം കൊണ്ടാണ്. ഈശോ സഭാ വൈദികരുടെ തിരോധാനത്തോടുകൂടി നിലച്ചുപോയ സുവിശേഷവൽക്കരണം തെക്കൻ തിരുവിതാംകൂറിൽ പുനരാരംഭിച്ചതും അതിൻ്റെ പൂർണ്ണത കൈവന്നതും ഭാരതത്തിലെ പ്രഥമ രൂപതയായ 1329 നിലവിൽ വന്ന കൊല്ലം രൂപത ബിഷപ്പായിരുന്ന അലോഷ്യസ് മരിയ ബെൻസിഗർ തിരുമേനിയുടെ നേതൃത്വത്തിലാണ്. 1898 ബെൽജിയത്തിലെ ഫ്ലാൻഡേഴ്സിലുള്ള കർമ്മലീത്ത പ്രൊവിൻസ് അന്നത്തെ കൊല്ലം രൂപതയുടെ അജപാലന ദൗത്യം ഏറ്റെടുത്തതോടെ തെക്കൻ തിരുവിതാംകൂറിൽ ധാരാളം കർമ്മലീത്ത മിഷണറിമാർ എത്തിച്ചേർന്നു. വിദേശ കർമ്മലീത്ത മിഷണറിമാരിൽ വലിയൊരു വിഭാഗം ഇന്നത്തെ നെയ്യാറ്റിൻകര രൂപത ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത്. ബെൻസിഗർ പിതാവിൻ്റെ പ്രത്യേക താൽപ്പര്യം നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. മുതിയാവള കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മുതിയാവള വലിയച്ഛൻ എന്ന് വിളിച്ചിരുന്ന ഫാദർ അദേവദാത്തൂസ് നാനാജാതി മതസ്ഥരായ നാട്ടുകാർക്കും കുടിയേറ്റ കർഷകർക്കും പ്രിയങ്കരനായിരുന്നു. യേശുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പുണ്യജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ നിരവധി ആളുകൾ സൗഖ്യം പ്രാപിച്ചു. കുണ്ടമൻ ഭാഗം മിഷൻ തെക്കൻ തിരുവിതാംകൂറിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ അൽഫോൺസ് മരിയ ബെൻസിഗറിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർമ്മലീത്ത മിഷണറിമാർ നടത്തിയ ധീരോദാത്തവും സാഹസികവുമായ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു കുണ്ടമൺ ഭാഗം എന്നറിയപ്പെടുന്ന കുണ്ടമൺ ഭാഗം മിഷൻ. ഇതിൻ്റെ സ്ഥിരാകേന്ദ്രം മൂലത്തോപ്പ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ സെൻറ്റ് ജൂഡ് നഗർ, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മിഷൻ കേന്ദ്രമായിരുന്നു കുണ്ടമൻ ഭാഗം മിഷൻ അഥവാ സെൻറ്റ് ജൂഡ് നഗർ.